വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് സൈസിൽ എങ്ങനെയാണ് നെക്ക് വരച്ചെടുക്കുക എന്നുള്ളതാണ്. നെക്കിൻ്റെ പാറ്റേൺസ് കേട്ടോ. അപ്പോൾ ഒരുപാട് പാറ്റേൺസ് നമ്മളിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഫ്രഞ്ച് കർവാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നെക്കിൻ്റെ ആ ഒരു പോയിൻറ്റ്സ് വരച്ച് കൊടുക്കാം. നമ്മൾ എത്രയാണ് വിഡ്ത്ത്, എത്രയാണ് ലെങ്ത്ത് എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് വരച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ച് ഇതേപോലെ ടേപ്പിലെടുത്ത്, ഞാൻ പേപ്പറിലാണ് വെട്ടി കാണിക്കുന്നത്. 3 ഇഞ്ച് ഇതേപോലെ വിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നെക്കിൻ്റെ ഇറക്കമാണ്. 5.5 ഞാനിവിടെ എടുക്കുന്നത്. 5.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തും കൂടെ ആ ഒരു 3 അറേഞ്ച് ചെയ്ത് കൊടുക്കണം. 3 ഇഞ്ച് താഴെയും കൂടെ കറക്റ്റായിട്ട് ഇതാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ലൈൻസായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിലാണല്ലോ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ വരച്ചു കൊടുക്കുകയാണേ. വരയ്ക്കുമ്പോൾ മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ആ മെഷർമെൻറ്റ്സ് ഒന്ന് എഴുതാം. 3 ഇഞ്ച്, 5.5 ഇഞ്ച്. കണ്ടോ, ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തതാണ്. ഇനി ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 2 ഇഞ്ചിൽ നിന്ന് ഈ ഒരു കോർണറിലേക്കൊരു ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ, അതിലേക്കൊരു ലൈൻ വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനില്ലേ, അത് എത്ര നിങ്ങൾ സ്കെയിലാണെന്ന് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ എത്രയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഇഞ്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ പകുതി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിനി ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ ദാ ഈ ഒരു രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കുക. കണ്ടോ, ആ കോർണറിൽ കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള സെൻറ്ററിലും കൊള്ളിച്ച് ഇതേപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുവേ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ ഒരു ആർച്ച് പോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രഞ്ച് കർവ് വെച്ചിരിക്കുന്ന ആ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. കോർണറിൽ നമ്മൾ കറക്റ്റ് അത് കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സെൻറ്ററിലും. അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ വെച്ചതുപോലെ തന്നെ ബാലൻസ് ഉള്ള ആ ഒരു ലൈനിലേക്ക് അത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു ആർച്ച് നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കണ്ടോ, സെൻറ്ററിൽ മുട്ടിച്ചിട്ടുണ്ട്, പിന്നെ ആ ഒരു ലൈനിൻ്റെ എൻഡിലും മുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാ ഇങ്ങനെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കോർണേഴ്സ് ഇത് മാർക്കർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നിബ്ബെന്ന് പറയുന്നത് കുറച്ച് വലുതല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടെ വരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാനതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ആ 2 കോർണറിലും മുട്ടണം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ആ ഒരു കോർണറിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കോർണർ കുറച്ച് ഇറങ്ങിയിട്ടിങ്ങനെ ഒരു കറക്റ്റ് പോയിൻറ്റഡ് ആയിട്ട് കോർണർ കിട്ടും കേട്ടോ. കറക്റ്റ് ആ ഒരു ഷേപ്പിലൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. നെക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്യണം. കാരണം അതൊക്കെ സെൻറ്റർ പോർഷനാണ്. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഫുള്ള് വേസ്റ്റായി പോകുന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു സൈഡിലും കൂടിയും കുറഞ്ഞൊന്നും വന്നിട്ടില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ഡിസൈൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാറ്റേണിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മെറ്റീരിയലല്ല ഞാൻ പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്തിട്ട് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ തന്നെയാണ്. നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്ത്തൊക്കെ നമ്മൾ സെയിം തന്നെയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും താഴെ നിന്ന് മേളിലേക്കാണ് ഇപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ടോപ്പിൽ നിന്നായിരുന്നു, ഇപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് മേളിലേക്കാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനിയാണ് നമ്മൾ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. കുറച്ച് വലുതായിട്ടുള്ളൊരു കർവ് നമ്മളിവിടെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കണ്ടോ,
അപ്പോൾ എവിടെയൊക്കെയാണ് മുട്ടിച്ചിട്ടുള്ളത്? 2 ലൈനിൻ്റെയും എൻഡിലായിട്ട്, അത് ഒന്ന് കോർണറും പിന്നെ അതാ ഈ ഒരു എൻഡിലേക്കുമായിട്ട് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല എന്നുള്ളതാണ് കേട്ടോ. ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതാ ടോപ്പിലേക്കും കൂടെ നമ്മൾ ആ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഫ്രഞ്ച് കർവ് വെച്ച രീതി നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്ത് ഷേപ്പാണ് വരുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. നമുക്കിത് കറക്റ്റ് സൈസിൽ നല്ല ഫിറ്റിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്തുകൊണ്ടും ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഇതേപോലെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ പാറ്റേണൊക്കെ വരയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ്. കുർത്തിക്കൊക്കെ ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമതായിട്ട് കിട്ടിയിട്ടുള്ള പാറ്റേൺ. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ നോക്കാം കേട്ടോ. സിമ്പിൾ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ വേഗം വേഗം പറഞ്ഞു പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ പാറ്റേണിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ പേപ്പറൊക്കെ എടുത്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെപ്ത്ത് എടുത്തിട്ടുണ്ട്. ഡെപ്ത്ത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുഴിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തും 3 എവിടെയാണെന്ന് നോക്കുക. നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്തും കൂടെ ആ ഒരു വിഡ്ത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ വിഡ്ത്ത് താഴെ ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മൂന്നാമത്തെ പാറ്റേൺ വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഒരു ടേപ്പ് എടുക്കുക. താഴ്ഭാഗത്ത് നിന്ന് ടോപ്പിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നേരെ ഫ്രഞ്ച് കർവ് തന്നെ എടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത്, എത്ര വരെയും വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതെങ്ങനെ കർവ് വരണം, ഏത് ഷേപ്പിൽ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും വരയ്ക്കുകയോ ഒന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ആ വരച്ചതിൻ്റെ പുറമേ കൂടെ തന്നെ കട്ട് ചെയ്യാം. ഒരുപാട് ടൈപ്പിൽ നമുക്ക് കർവ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ പല പല ഡിസൈൻസ് നമുക്ക് കിട്ടുമേ. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു പാറ്റേൺ കിട്ടും. സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ. കണ്ടോ? ഒരു റൗണ്ട് പോലെ വന്നിട്ടില്ല. ആ ഒരു സെൻറ്റർ പോർഷനിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൂർത്തിട്ടുണ്ട് അല്ലേ, ചെറുതായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ടായിട്ട് വരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് നാലാമത്തെ പാറ്റേൺ കാണാം. ഞാൻ ഓൾറെഡി വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഇതാ ഫ്രഞ്ച് കർവ് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂനെക്ക് പോലെ നമുക്ക് ചെയ്യാം. ഇതേപോലെ ഫ്രഞ്ച് കർവ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം. വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതിനിപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ ഇറക്കി കോർണറിലോട്ട് കയറ്റിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൈഡായിട്ട് കിട്ടും. മനസ്സിലായില്ലേ? നിങ്ങളിത് വെട്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ്. ഇങ്ങനെ ഓരോ പാറ്റേണൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ പാറ്റേൺ കിട്ടും എന്ന്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ പാറ്റേൺ കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഒരു പാറ്റേണും കൂടെ നോക്കാം. അപ്പോൾ അതിന് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് മേളിലേക്ക് മുന്നേ ചെയ്ത പോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്കിങ് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഇതാ കോർണറിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ? എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രഞ്ച് കർവ് എടുക്കാം. ഫ്രഞ്ച് കർവ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ ഒരു കുഞ്ഞു കർവ് നമുക്ക് വരച്ച് കൊടുക്കാം. ഈ സെൻറ്ററിൽ നിന്ന് കോർണറിലേക്ക് ഒരു കുഞ്ഞു കർവ് ഇതേപോലെ വരച്ച് കൊടുത്തു. കണ്ടോ? ഇനി നമുക്കിത് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ വേറൊരു പാറ്റേൺ കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മേളിൽ തന്നെ ഒരു പാറ്റേൺ ഒന്നും കൂടെ സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ആ സെൻറ്ററിൽ നിന്ന് അടുത്ത പോയിൻറ്റിലേക്ക് നമുക്കിത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക. ആ ഒരു കോർണറിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുവാണേ. ഇതേപോലെ കട്ട് ചെയ്ത് സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തി വീണ്ടും കർവ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബാലൻസ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ആ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഫിനിഷിങ് വരുന്നതെന്നൊക്കെ കണ്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ബിഗിനേഴ്സൊക്കെ ഈ പാറ്റേൺ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ട്രൈ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ
കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് പാറ്റേൺസ് ഇപ്പോൾ ചെയ്തല്ലേ, 5 എണ്ണം എന്തോ ചെയ്തിട്ടുണ്ട്. വേറെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേപോലെയാണ് ഓരോന്നും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.